Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ദി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഈ ചാപ്റ്ററിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന എക്സാമിന് 10 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെക്കുക. ആ ക്വസ്റ്റ്യൻ പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ S=UT + ½ AT² ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ, അതുപോലെയുള്ള ഇക്വേഷൻസ് തന്നിട്ട് അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് ഇക്വേഷൻസിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ തരുന്നുള്ളൂ, എക്സാക്റ്റ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാവുന്നതാണ്. അതുപോലെ ഡെഡ്യൂസ് ദ റിലേഷൻഷിപ്പ്, ഇപ്പോൾ T=2π × L/G സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡിൻ്റെ ഇക്വേഷനാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത് നമ്മൾ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഈ വരുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, പിക്ക് ഔട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻസ് സെക്കൻഡ്, മീറ്റർ/സെക്കൻഡ്, ന്യൂട്ടൺ, ജൂൾ. ഇതിൽ നിന്ന് ഫണ്ടമെൻ്റൽ യൂണിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിത് ഓരോന്നും എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നോക്കിയാൽ മതി. സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ആണ്, മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്, ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്, ജൂൾ എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ഇതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ടൈം ആണെന്ന് നമുക്കറിയാം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഗീവ് എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ്. അതിൽ എ ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ധാരാളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. എക്സാമ്പിൾ സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി, റിലേറ്റീവ് എറർ നേരത്തെ നമുക്കിതിവിടെ പഠിക്കാനുണ്ടായിരുന്നതാണ്, പക്ഷെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ഇതെല്ലാം ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ബി, എ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് യൂണിറ്റ് ഇൻ SI സിസ്റ്റം. ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ യൂണിറ്റ് ഉണ്ട്. SI സിസ്റ്റത്തിൽ യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ SI സിസ്റ്റത്തിൽ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയ ആംഗിളും സോളിഡ് ആംഗിളും ഇതിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഇതിൻ്റെ യൂണിറ്റ് ഉണ്ട്. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ എന്നും സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് യൂണിറ്റ് ഇൻ SI സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ആംഗിളും സോളിഡ് ആംഗിളും. അടുത്ത ക്വസ്റ്റ്യൻ സി, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ദ സെയിം ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പേർ എഴുതുക. വർക്ക് എനർജി, വർക്ക് ടോർക്ക്, അതുപോലെ തന്നെ മൊമെൻറ്റം ഇമ്പൾസ്. ഇതിലേതെങ്കിലും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പേര് എഴുതിയാൽ മതിയാവും. മൊമെൻറ്റം ഇമ്പൾസ്, വർക്ക് എനർജി, വർക്ക് ടോർക്ക്. ഇതിലേതെങ്കിലും ഒരു പേര് 2 പേര് എഴുതിയാൽ മതിയാകും. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബിസൈഡ്സ് ദ 7 ബേസ് യൂണിറ്റ്സ് there are 2 more units in SI system. The unit of solid angle is dash. Solid angle യൂണിറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സ്റ്റെറേഡിയൻ ആണ്.
സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻസ്. ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ആണെന്ന് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ mL(T⁻⁻1). അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മൊമെൻറ്റം അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റിയ, ഇത് മാസ്സാണ്, L(T⁻1) എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. അപ്പോൾ mv മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് മൊമെൻറ്റം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് വേണമെങ്കിൽ നമുക്ക് ഡയമെൻഷൻ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ mL²T⁻²ൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി, വർക്ക്, ടോർക്ക്, ഇതിൻ്റെയൊക്കെ ഡയമെൻഷനാണ് mL²T⁻² എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ mL(T⁻² എന്നുള്ളത് ഫോഴ്സിൻ്റെയാണ് നമുക്കറിയാം. അപ്പോൾ mL(T⁻²ൻ്റെ ഫോഴ്സ്, പിന്നെ ഒരു എല്ലും കൂടി വരും, L² അല്ലേ, അപ്പോൾ എല്ലും കൂടി വരുമ്പോൾ അതൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ വർക്കാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വേറെ രീതിയിൽ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ എനർജി ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കിട്ടും. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേര് എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആണ് ഡയമെൻഷൻ തന്നിരിക്കുന്നതെന്ന് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മൊമെൻറ്റം അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ഡയമെൻഷനും ഇത് തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എനർജിയുടെ ഡയമെൻഷൻ ആവാം, വർക്കിൻ്റെ ഡയമെൻഷൻ ആവാം, ടോർക്കിൻ്റെ ഡയമെൻഷൻ ആവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് കോളത്തിൽ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ അവയുടെ ഇക്വേഷൻസ് ആണ്. തേർഡ് കോളത്തിൽ അവയുടെ ഡയമെൻഷനാണ്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കില്ല. വിസ്കോസിറ്റി നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്നും കളഞ്ഞ ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ നിന്ന് എഴുതാം. F=ηA/dV/dx ആണ് ഇക്വേഷൻ. ഇതിൽ നിന്നും ഈറ്റയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ dV/dx എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ്. അപ്പോൾ ഈറ്റയുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ F/A/dV/dx ഇങ്ങനെ എഴുതാം. ഇവിടുത്തെ രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ നമ്മൾ F/A/dV/dx എന്നാണ് ശരിക്കും എഴുതുന്നത്. പക്ഷേ ഇത് ഈ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയൻ്റ്. അപ്പോൾ നമുക്കിവിടെ മാച്ച് ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് മാച്ച് ചെയ്യുന്നത് ഇതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ നിങ്ങൾ കണ്ടെത്തുക. dV/dxൻ്റെ നമുക്കറിയാം v വെലോസിറ്റി ആണ്, x എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ കണ്ടെത്തുക. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F=gm1m2/r². ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്നും നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. G=F(r²)/m1m2. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫോഴ്സിൻ്റെ അറിയാം, ഡിസ്റ്റൻസിൻ്റെ അറിയാം, മാസിൻ്റെ അറിയാം. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആയാലും
അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ എങ്ങനെ എടുത്താലും അതൊരു നമ്പറാണ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷനായിട്ട് നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ ബൈ നമ്പർ എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ തന്നെയാണ്, സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. Next question number 7. Check whether the equation mv square is equal to mgh is dimensionally consistent. Based on the above equation, justify the following statement. A dimensionally correct equation need not be actually an exact equation. അപ്പോൾ നമ്മൾ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യണം. ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്ട് ഇക്വേഷൻ. ഒരു ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ഒരു എക്സാക്ട് ഇക്വേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന ഇക്വേഷൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. അപ്പോൾ LHS ഡയമെൻഷൻ ഓഫ് LHS കണ്ടുപിടിക്കുക, ഡയമെൻഷൻ ഓഫ് RHS കണ്ടുപിടിക്കുക. നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു RHS ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് MgH എന്നാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ്. ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. എനർജികൾ തമ്മിലാണ് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എം വി സ്ക്വയറിന് മാത്രമേ ഈ ഇക്വേഷൻ അത് നമ്മൾ പറയുന്നുള്ളൂ. എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എക്സാക്ട് ഇക്വേഷനകത്ത് ഹാഫ് എം വി സ്ക്വയർ ഉണ്ട്. പക്ഷേ ഈ ഹാഫിൻ്റെ കാര്യം ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് ഹാഫ്. അതുകൊണ്ട് ഈ ഹാഫിനെ കുറിച്ച് ഈ നമ്മുടെ ഡയമെൻഷൻ അനാലിസിസ് വഴി ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്ട് ഇക്വേഷൻ. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ആദ്യം ഡയമെൻഷൻ ഓഫ് LHS കണ്ടുപിടിക്കുക, ഡയമെൻഷൻ ഓഫ് RHS കണ്ടുപിടിക്കുക. അപ്പോൾ ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. ഹെൻസ് ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ബട്ട് നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. ദെയർഫോർ ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് എക്സാക്ട്ലി കറക്റ്റ്. എക്സാക്റ്റ് ഇക്വേഷൻ അല്ല. എക്സാക്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്കങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. The centripetal force depends on the mass of the body, velocity and radius of a circular path. Find the expression for the centripetal force acting on the body using the principle of dimensional analysis. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യാം, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മൾ എം റേസ് ടു എ, മാസിൻ്റെ ഏത് പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എം റേസ് ടു എ, വെലോസിറ്റി വി റേസ് ടു ബി, റേഡിയസ് ആർ റേസ് ടു സി എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഡയമെൻഷൻ എടുക്കുന്നു. കോൺസ്റ്റൻറ്റ് 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ABC കണ്ടുപിടിച്ചതിന് ശേഷം ആ എക്സാക്ട് റിലേഷനിലല്ല ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷനിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഇവിടെ K = 1 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഇത് എക്സാക്ട് ഇക്വേഷനിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. Question number 9. Velocity cannot be added to temperature. This is in accordance with which law of physics? Questionലെ B part. Check the dimensional correctness of the equation PV is equal to Fx, where P is the pressure, V is the volume, F is the force and X is the displacement. അപ്പോൾ വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. അത് ഏത് ലോയാണ് ഇതിന് അക്കോർഡൻസ് ആയിട്ട് വരുന്ന ലോ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ തന്നെയാണ് ഇതിനെ സംബന്ധിക്കുന്ന ലോ എന്ന് പറയുന്നത്. കാരണം വെലോസിറ്റി നമ്മൾ ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്താൽ അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ വയലേറ്റ് ചെയ്യുകയാണ്. അതായത് ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം.
എന്ന് പറഞ്ഞത് ഇവിടെ ശരിയാകില്ല വെലോസിറ്റി ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്താൽ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി വി സി ഈക്വൽ ടു എഫ് എക്സിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. പി ഇൻറ്റു വിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. പ്രഷറിൻ്റെ പി പ്രഷറാണ്, വി വോളിയമാണ്. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. അതുപോലെ വോളിയത്തിൻ്റെത് അറിയാം എൽ ക്യൂബ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ. ഇനി ആർ എച്ച് എസ് ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു എക്സ് ആണ് ആർ എച്ച് എസ്. ഫോഴ്സിൻ്റെ നമുക്കറിയാം എം എൽ ടി റേസ് ടു -2 ആണ്. എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും. അപ്പോൾ എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ആർ എച്ച് എസിൻ്റെ ഡയമെൻഷനും എം എൽ സ്ക്വയർ ടി റേസ് ടു -2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Mechanical power is represented by P is equal to Fv plus AV cube rho, where F is the force, V is the velocity. ഇവിടെ V velocity ആണ്. V is the velocity and A is the area. അതുപോലെ rho is the density. Rho എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് the dimensional formula of power is dash. പവറിൻ്റെ ഇക്വേഷൻ, മെക്കാനിക്കൽ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് ബൈ ടൈം. അപ്പോൾ വർക്കിൻ്റെ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ടൈമിൻ്റെത് ടി ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 എന്ന് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കുക. എം എൽ സ്ക്വയർ ടി റേസ് ടു -3 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ എബോ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ആദ്യം പിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, എഫ് വിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, എ വി ക്യൂബിൻ്റെ റോയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ 3 ടേംസ് ഉണ്ട്. ഈ ഓരോ ടീമിൻ്റെയും ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. നമുക്ക് ഓരോന്നിൻ്റെ ഡയമെൻഷൻ അറിയാമല്ലോ. ഇവിടുത്തെ പി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവർ അല്ലേ. പവറിൻ്റെ ഡയമെൻഷൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫോഴ്സിൻ്റെ അറിയാം, വെലോസിറ്റിയുടെ അറിയാം, ഏരിയയുടെ അറിയാം, വെലോസിറ്റിയുടെ അറിയാം, ഡെൻസിറ്റിയുടെ അറിയാം. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ ഈക്വലാണ് നമുക്ക് കിട്ടും. നമുക്കിവിടെ കിട്ടുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ആണ് ഓരോ ടേമിൻ്റെ ഡയമെൻഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇക്വേഷൻസ് കാൺ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ ഡയമെൻഷണൽ മെത്തേഡ് എന്നാണ്. ഇക്വേഷൻസ് ഇതൊക്കെയാണ്. ഞാനിവിടെ എഴുതിയിട്ടില്ല. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. Second equation E is equal to K into mv square. Third equation P is equal to H rho G. Fourth equation N is equal to N0 e raised to minus lambda t. ഇവിടെ ഫോർത്ത് ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. കാരണം ഫോർത്ത് ഇക്വേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് കാൺ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ ഡയമെൻഷണൽ മെത്തേഡ്. ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ ഡിറൈവ് ചെയ്യാനും പറ്റാത്ത ഒരു ഇക്വേഷനാണിത്. കാരണം ഇതിൽ എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്. എക്സ്പോണൻഷ്യൽ ടേം ഉള്ള ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയില്ല. ബാക്കി നമ്മളിവിടെ പറഞ്ഞ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി, ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ, പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻസ് ആണ്. എന്നാൽ എക്സ്പോണൻഷ്യൽ ടേം വരുന്ന ഇക്വേഷൻസിൽ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. A student was asked to write the equation for displacement at any instant in a simple harmonic motion of amplitude A.
He wrote the equation as y is equal to a sine 2 pi vt by k, where v is the velocity at instant t. For the equation to be dimensionally correct, what should be the dimension of k? The kയുടെ ഡയമെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു സ്റ്റുഡൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എഴുതിയതാണ്. ആ ഇക്വേഷൻ എന്താണ്? y is equal to a sin 2 pi vt by k എന്നാണ് സ്റ്റുഡൻറ്റ് എഴുതിയ ഇക്വേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി യുടെ ഇക്വേഷനാണിത്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ കെയുടെ ഡയമെൻഷൻ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും y is equal to a സൈൻ തീറ്റ എന്ന ഫോമിലൊരു ഇക്വേഷനാണ്. തീറ്റ എന്ന് പറയാൻ കാരണം സൈൻ്റെ കൂടെ നമ്മളൊരു ആംഗിളാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഇവിടെ സൈൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റി 2 pi vt by k എന്നത് ഒരു ആംഗിളാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2 pi vt by k എന്നത് എന്താണ്? ആംഗിളാണ്. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 2 pi vt by k എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് ആണ്. ഇത് ഡയമെൻഷൻലെസ് ആകണമെങ്കിൽ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് 2 pi vt ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് k. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കെയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ഈസി ആയില്ലേ? അപ്പോൾ കെയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. 2 pi എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി ആണ്, വി ടി ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി ഡയമെൻഷനെ ടൈം കൊണ്ട് ഇൻറ്റു ചെയ്താലും മതി. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കെ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനായ എൽ ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി റോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇ ഈസ് m l⁻⁻1 t⁻². ഈ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ടായിട്ട് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അത് റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാൻ എഴുതാതിരുന്നത്. മിക്ക ക്വസ്റ്റ്യനിലും ചോദിക്കുന്നതാണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ് യൂസിങ് ദ എബോവ് പ്രിൻസിപ്പിൾ അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പോൾ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നിട്ട് വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? വെലോസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നു വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ സാധാരണ നമ്മൾ എടുക്കാറുള്ളത് പോലെ റോ റേസ് ടു എ ഇ റേസ് ടു ബി എന്നാണ് എടുക്കുന്നത്. ഇനി പ്രൊപ്പോർഷണാലിറ്റീസായി മാറ്റാൻ വേണ്ടി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. റോ റേസ് ടു എ ഇ റേസ് ടു ബി. ഇവിടെ കോൺസ്റ്റൻ്റ് 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു റോ റേസ് ടു എ ഇ റേസ് ടു ബി. ഇനി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം l⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ മാസ് ബൈ വോളിയം ആയതുകൊണ്ട് ml⁻³ ഹോൾ റേസ് ടു എ എന്ന് എഴുതണം. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട് ml⁻⁻1 t⁻² ഹോൾ റേസ് ടു ബി. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എ ബി സി മുതലായ എ ബി മുതലായ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ കണ്ടെത്തുന്നു. വാല്യൂ കണ്ടെത്തുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എ ഈസ് ഈക്വൽ ടു -1/2 എന്നും ബി ഈസ് ഈക്വൽ ടു 1/2 എന്നും കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി ഈസ് ഈക്വൽ ടു √E/ρ എന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ മെത്തേഡ് അറിയാമായിരിക്കും. സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ ബി കോൺസ്റ്റൻറ്റുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു √E/ρ എന്ന ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേരുന്നു.
Next question number 13. A physical quantity is given by H is equal to Fv square by L. F is the force, V is the velocity and L is the angular momentum. Find the dimension of H. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എഫ് ഫോഴ്സ് ആണ്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. വി വെലോസിറ്റി ആണ്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാം. എൽ ആംഗുലാർ മൊമെൻറ്റമാണ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ എഴുതി പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ കണ്ടെത്തുക. അപ്പോൾ ഈ ഇത്രയും ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എച്ചിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുമാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ ബോയ് റീകോൾസ് ദ റിലേറ്റിവിസ്റ്റിക് മാസ് wrongly as m is equal to m0 by root of 1 minus v square. Using the dimensional method, put the missing c at a proper place. ഇപ്പോൾ ഒരു കുട്ടി റിലേറ്റിവിസ്റ്റിക് മാസിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. എങ്ങനെയാണ്? എം ഇസ് ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ എന്നാണ് കുട്ടി എഴുതിയത്. പക്ഷെ എഴുതിയതിൽ എന്തോ ഒന്ന് മിസ്സിങ് ആണ്. അതായത് സി എന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളത്. ആ സി പ്രോപ്പർ പ്ലേസിൽ ഇടാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സി എന്നാൽ വെലോസിറ്റിയാണ്. അപ്പോൾ സിയുടെ ഡയമെൻഷൻ വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെയാണ് നോക്കുക. ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് എം എന്താണ്? എം മാസാണ്. m0യും മാസ് തന്നെയാണ്. എമ്മും മാസാണ്, m0യും മാസാണെന്ന് മനസ്സിലാക്കുക. വി എന്താണെന്ന് ചോദിച്ചാൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ മാസാണ്. അപ്പോൾ m0യും മാസാണ്. അപ്പോൾ എമ്മിൻ്റെ ഡയമെൻഷനും m0യുടെ ഡയമെൻഷനും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് എമ്മിൻ്റെ ഡയമെൻഷനും m0യുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. അത് ഈക്വൽ ആകണമെങ്കിൽ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡയമെൻഷൻലെസ് ആയിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ എങ്ങനെയായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡയമെൻഷൻലെസ് ആകണമെങ്കിൽ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, വെലോസിറ്റിക്ക് ഡയമെൻഷനുണ്ട്. അപ്പോൾ വെലോസിറ്റിയുടെ താഴെ സി സ്ക്വയറും കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്തായി പോകും? ഡയമെൻഷൻലെസ് ആയി പോകും. അപ്പോൾ ഇവിടെ സി സ്ക്വയർ നമ്മൾ ഇടേണ്ട കറക്റ്റ് പ്ലേസ് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? എം ഇസ് ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതിയാൽ വളരെ കറക്റ്റാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓരോ ടേം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. എം മാസാണ്, m0യും മാസ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. വി വെലോസിറ്റിയാണ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എമ്മിൻ്റെ ഡയമെൻഷനും m0യുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ മസ്റ്റ് ബി ഡയമെൻഷൻലെസ്. ഫോർ ദാറ്റ് റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ദ കറക്റ്റ് ഫോം. അപ്പോൾ കറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ മറ്റൊരു രീതിയിലും ചോദിച്ചിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡയമെൻഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എമ്മിൻ്റെ ഡയമെൻഷനും m0യുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ടേം ഡയമെൻഷൻലെസ് ആയിരിക്കണം. ഡയമെൻഷൻലെസ് ആകണമെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെ ആയിരിക്കണം? സിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം എക്സിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെലോസിറ്റി ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിവിടെ 14 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എഴുതിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പല വർഷങ്ങളിലായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.